അത് കണ്ടതും അവളെ കൂട്ടി അവനോടും. എന്നിട്ട് കാർ പാർക്കിങ്ങിൽ പോയി ഒരു കാറിൽ ഒളിഞ്ഞിരിക്കും. പേടിക്കണ്ട, അവൻ നമ്മളെ കണ്ടുപിടിക്കില്ല എന്ന് പറയും. അതും പോരാനൊരു വളഞ്ഞ ചിരി അവളെ നോക്കിയാണ്ട് ചിരിക്കും. അതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാണ്ട് ആ പെണ്ണ് അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കും. ചോയ്ക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പേയ്മെന്റ് കൊടുക്കാൻ വിളിക്കുമ്പോൾ ചോയ് എന്ന് പേരുള്ള 2 പേര് വരും. അവന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് പേയ്മെന്റ് കൊടുക്കുന്ന ആള് ഇവന് 60 വയസ്സൊക്കെ ഉള്ള പോലെ ഉണ്ടല്ലോ, പക്ഷെ ഇതിന് 32 വയസ്സാണല്ലോ എന്ന മട്ടില് ചോയിനെ നോക്കിക്കൊണ്ടിരിക്കും. അതിലൊരു അഡ്രസ് ഉണ്ടാകും. ചോയ് ആ അഡ്രസ്സ് കണ്ടുപിടിച്ച് അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയപ്പോഴാണ് ജയയുടെ പപ്പ അവനെ എങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. അഭിനയിക്കാൻ പോകുവാണെന്ന് പറഞ്ഞിട്ടാകും ജയ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടാവുക. അങ്ങനെ ഇതൊക്കെ കേട്ട ചോയ് ഇതാണ് തന്റെ പപ്പ എന്ന് കരുതി തന്നെ കുറിച്ചാണ് പറയുന്നത്, ഇനി വലിയൊരു നടനായിട്ട് വരും എന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങും. ചോയ് അങ്ങനെ ഹീറോയിന്റെ കടയിലേക്കാണ് വരുന്നത്. നീ എങ്ങോട്ടാ പോയി, കസ്റ്റമേഴ്സ് നിന്നെയാണ് അന്വേഷിക്കുന്നത് എന്ന് ഹീറോയിന്റെ അമ്മ പറയും. അപ്പൊ ചോയ് എന്റെ ലൈഫ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, ഞാനൊരു ആക്ടറാണ്, വലിയൊരു നടനാകണം എനിക്ക് എന്ന് അവരോട് പറയും. ആ സമയം അവന്റെ മോന്ത കാണണം. അവിടെ ജയ മോണിറ്റർ നോക്കുമ്പോ ആ പെണ്ണ് വേറെ എങ്ങോട്ടോ പെട്ടിയെടുത്തു പോയിട്ട് ആരെയോ വെയിറ്റ് ചെയ്യുന്നത് കാണാം. അപ്പൊ ആരും വരുന്നില്ല. അവിടെ ചോയ് നടനാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാണ്. ചോയെ കാണുമ്പോ നേരത്തെ അടി വാങ്ങിയില്ലേ, പുള്ളിക്കാരൻ കണ്ടം വഴിയോടും. ഇവൻ അഭിനയം ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അവിടെ ജയ ആണെങ്കിലോ ഓളെങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ നോക്കി അവളുടെ പുറകെ നടക്കുവാണ്. അടുത്തത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരാൾ വന്ന് ഫൈറ്റിന് ഒരാളെ വേണമെന്ന് പറയുമ്പോ ചോയ് കൈപൊക്കും. അങ്ങനെ ഷൂട്ടിംഗ് നടക്കും. അതില് ഫൈറ്റ് സീനില് ഹീറോ അടിക്കേണ്ട ആളുകളൊക്കെ പോയിട്ട് ചോയ് നല്ല അടി അടിക്കും. ഒരു വിധത്തിൽ ആ സീന് ഓക്കെ ആക്കും. അപ്പൊ അസിസ്റ്റന്റ് വന്നിട്ട് ഡയറക്ടറിന് നിങ്ങളുടെ അഭിനയം നല്ല ഇഷ്ടായി, ഇനി മുതൽ നീയാണ് ഹീറോയുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറയും. CCTV പെണ്ണ് പിന്നെയും നൈറ്റ് പെട്ടിയെടുത്ത് വന്ന് ആരെയോ വെയിറ്റ് ചെയ്യുവാണ്. അത് ജയ കാണും. ആരും വരാത്തത് കൊണ്ട് അവൾ തിരിച്ചു പോകുമ്പോ ജയ അവളെ ഹെൽപ്പ് ചെയ്യാൻ ലഗേജ് ബാഗ് പിടിച്ചു വലിക്കും. അതിന്റെ പിടി ഓളുടെ കയ്യിലൂടെ പറഞ്ഞു വന്ന് അവൾ അവിടെ മറിഞ്ഞു വീഴും.